Welcome to RK's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 15. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. അവളുടെ മുന്നിലേക്ക് നീങ്ങി നിന്ന ജഗത് ദൃഷ്ടിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അല്പനേരം അവന്റെ നോട്ടത്തെ നേരിട്ടെങ്കിലും ഒടുവിൽ അവൾ മുഖം താഴ്ത്തി. MP.R നേരിട്ട് നിന്നെ കണ്ട് ഇക്കാര്യം ഏൽപ്പിച്ചു എന്നാണോ പറയുന്നത്? അവന്റെ ചോദ്യത്തിന് അല്ലെന്ന് അവൾ തലയാട്ടി. പിന്നെ അയാള് പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് ഒരാൾ എന്നെ സമീപിക്കുകയായിരുന്നു. ആരാണ് അയാൾ? നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ? അല്ല, പക്ഷേ അവളെ തട്ടിയെടുത്ത് ബീഹാറിന്റെ അതിർത്തിയിൽ എത്തിച്ച 50 ലക്ഷം രൂപയായിരുന്നു തരാമെന്ന് ഏറ്റിരുന്നത്. 5 ലക്ഷം രൂപ അഡ്വാൻസും തന്നിരുന്നു. ജഗത്ത് പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് അതിലുണ്ടായിരുന്ന കോതണ്ട തഞ്ചപ്പയുടെയും രാകേഷിന്റെയും അവന്റെ കൂട്ടുകാരൻ ശബരിയുടെയും ഒക്കെ ഫോട്ടോകൾ എടുത്ത് ദൃഷ്ടിയെ കാണിച്ചു. ഇവരാരും അല്ല എന്നെ കോണ്ടാക്ട് ചെയ്തത്, അത് ഒരു സ്ത്രീയായിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് ജഗത്ത് അത്ഭുതത്തോടെ ശൈലേന്ദ്രൻ സാറിനെ നോക്കി. വാ. പുറത്തേക്ക് നടന്നുകൊണ്ട് അയാൾ വിളിച്ചതും നിഷ്ഠിയെ മറ്റു 3 പേരെയും ഏൽപ്പിച്ചിട്ട് ജഗത്ത് ശൈലേന്ദ്ര സാറിന് പിന്നാലെ ചെന്നു. ജഗത്ത്, നിനക്ക് തോന്നുന്നുണ്ടോ അവൾ പറയുന്നത് സത്യമാണെന്ന്? പുറത്തേക്ക് ഇറങ്ങിയതും ശൈലേന്ദ്ര സാർ ചോദിച്ചു. നെവർ. രാഘവേന്ദ്രനെ പോലെ ഒരാള് മിലിയെ പോലൊരു സാധാരണ പെൺകുട്ടിക്ക് വേണ്ടി 50 ലക്ഷം രൂപ മുടക്കുമെന്ന് വിശ്വസിക്കാനാവില്ല. അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ വളരെ നിസ്സാരമായി മിലി ഇതിനു മുന്നേ കസ്റ്റഡിയിലാക്കാൻ കഴിഞ്ഞിരുന്നേനെ. അങ്ങനെ കരുതണ്ട. നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ മിലിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരാരായിരുന്നാലും അവരുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവൾക്ക് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ടാകാം എല്ലാ ശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത്. പക്ഷെ സാർ, ഇവൾ പറഞ്ഞതും കേട്ട് അങ്ങേരുടെ പിന്നാലെ പോകാൻ പറ്റുമോ? പറ്റില്ല. ഇവളെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്ന സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മാത്രമേ അതിന് പിന്നിലെ ചുരുളഴിയൂ. ഇവള് കണ്ടു എന്ന് പറയുന്ന ആളുടെ ഒരു രേഖാചിത്രം അങ്ങ് ഉണ്ടാക്കിയാലോ? എക്സാക്ട്ലി, അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. തൽക്കാലം അവളെ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സൂക്ഷിക്കാം. സാധുറാമിന്റെ ആൾക്കാരുടെ കൂടെ അവളുടെ മകൾ ഉള്ളിടത്തോളം കാലം അവൾ ഇവിടെ അനങ്ങാതെ ഇരുന്നുള്ളൂ. മറ്റൊരു വഴിയും കൂടെ നോക്കാവുന്നതാ, പക്ഷെ അല്പം റിസ്ക് ആണ് സാർ. ശൈലേന്ദ്രൻ സാർ ചോദ്യഭാഗത്തിൽ ജഗത്തിനെ നോക്കി. മിലിയെ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നമ്മൾ മിലിയെ എത്തിക്കുന്നു. കൂടെ നിഷ്ഠി ഉണ്ടാകും. അവളെ ഈ ജോലി ഏൽപ്പിച്ചിരുന്നവളോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരോ അവിടെ എത്താൻ സാധ്യതയുണ്ട്. മനസ്സിലായി. അതൊരു പക്ഷേ മിലിയുടെ ജീവൻ വെച്ചുള്ള കളി തന്നെയാകും. അത്രയ്ക്ക് റിസ്ക് എടുക്കണോ? നമ്മളെല്ലാവരും ഉണ്ടാകില്ലേ സാർ? അവളെ രക്ഷിക്കാൻ അത് മതിയാവും. പക്ഷെ അതിനൊരു കുഴപ്പമുള്ളത്, നിഷ്ഠയുടെ കൂടെ ഉണ്ടായിരുന്നവൻ വെടിയേറ്റ് വീണ കാര്യം ഇപ്പോൾ തന്നെ ഇതിന് പിറകിലുള്ളവർ അറിഞ്ഞു കാണും. മിലി രക്ഷപ്പെട്ടതും അവരറിഞ്ഞിട്ടുണ്ടാകില്ലേ? നോ ജഗത്, അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവളെ പിടി കിട്ടിയിട്ടില്ല എന്നേ പോലീസിന് അറിയാവൂ. പക്ഷേ മിലി രക്ഷപ്പെട്ട കാര്യം അവരറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു നാടകം അങ്ങ് കളിക്കാം. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമതൊരു ശ്രമത്തില് അവൾ മിലിയെ തട്ടിയെടുക്കുന്നു. എന്നിട്ട് പറഞ്ഞേൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവളെ എത്തിക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ശൈലേന്ദ്രൻ സാർ അവനെ അഭിനന്ദിച്ചു. നിഷ്ഠയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഫോൺ ഓൺ ആണ്. അതിപ്പോൾ തനയുടെ കയ്യിലുണ്ട്. പോലീസിന്റെ പിടിയിൽ അവൾ വെട്ടില്ല എന്നറിയുമ്പോൾ അവരവളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മതി, ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനിടയിൽ ആ രേഖചിത്രം കൂടി അങ്ങ് തയ്യാറാട്ടെ. യെസ്. നീ ആ സുദീപ് ചാറ്റർജി എങ്ങനെ മുട്ടാനാ ഉദ്ദേശിക്കുന്നത്? അതിന് മറുപടി പറയാതെ ജഗത്ത് ശൈലേന്ദ്രൻ സാറിനെ നോക്കി മീശ വിരിച്ച് ചിരിച്ചു. അവൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായതുപോലെ ശൈലേന്ദ്രൻ സാറും തിരികെ ചിരിച്ചു. ജഗത്ത് மற்றும் ശൈലേന്ദ്രൻ സാറിൻ അസൈവകളും കവനിക്ക വേണ്ടും. അവർക്ക് വിശ്വാസമാക ഇരുപ്പവர்கள் നമ്മുടെവേ അധികം. ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷ് തന്റെ കീഴിലുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ സേതുപതിയെ ജഗത്തിനെയും ശൈലേന്ദ്രൻ സാറിനെയും അവരറിയാതെ പിന്തുടരാനുള്ള ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. മിലിയെ തട്ടിയെടുത്ത പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന കഥ അയാൾ വിശ്വസിച്ചിരുന്നില്ല. 2 പേരും ഇപ്പോൾ സർവീസിലില്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും അവരോട് കൂറുള്ളവർ ഉണ്ടെന്നുള്ളത് അയാളെ അസ്വസ്ഥനാക്കിയിരുന്നു. ഷുവർ സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ് ആൻഡ് ഡോണ്ട് ഇന്ററാക്ട് ടു എനിബഡി റിഗാർഡിംഗ് ദിസ് മാറ്റർ. ആക്ട് അലോൺ, ഓക്കെ? മറ്റാരോടും പങ്കുവയ്ക്കാതെ സ്വയം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് മുന്നിലിരിക്കുന്ന ഫയലിലേക്ക് വെങ്കടേഷ് മുഖം താഴ്ത്തുമ്പോ അയാളെ സല്യൂട്ട് ചെയ്തിട്ട് സേതുപതി പുറത്തേക്ക് ഇറങ്ങി.
നീ എന്നെ ഇങ്ങനെ പറ്റിക്കുമെന്ന് കരുതിയില്ല മോനെ. പേര് കേട്ട S&M സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ MD ഡോക്ടർ മാധവി ശങ്കർ മുന്നിൽ നിന്നും കണ്ണുകൾ തുടച്ചപ്പോ കുറ്റബോധത്താൽ മിലിയുടെ മുഖം കുനിഞ്ഞു. ജഗത്ത് കൂസലില്ലാതെ അവളെ ചേർത്ത് പിടിച്ചു. ബല്ലി കുഞ്ചിലെ വില്ലയിൽ മിലിയെയും കൂട്ടി അമ്മയെ കാണാൻ ചെന്നതായിരുന്നു അവൻ. അറിഞ്ഞിരുന്നെങ്കിലേ ഈ ഒരു വിവാഹത്തിന് അമ്മയും അമ്മാവനും സമ്മതിക്കുമായിരുന്നു. അതിന് മറുപടിയില്ലാതെ മാധവി മിലിയെ നോക്കി. അവൾ അപ്പോഴും അവർക്ക് മുഖം കൊടുക്കാതെ നിൽക്കുകയായിരുന്നു. അനുവിനോടും നിന്റെ അമ്മാവനോടും ഞാൻ ഇനി എന്താ പറയേണ്ടത്? അതുകൂടി നീ പറഞ്ഞതാ. ആ ഒരു കാര്യത്തില് എന്റെ തീരുമാനം എന്താണെന്ന് പണ്ടേ നിങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളതാ. പിന്നെ അനുവിന് എന്നെ മനസ്സിലാവും. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കൂട്ടാ. അമ്മ മുഖം തിരിച്ചപ്പോ വീണ്ടും എന്തോ പറയാൻ തുനിഞ്ഞ ജഗത്തിനെ മിലി കൈയെടുത്ത് വിലക്കി. പോകാം. പെയ്യാതെ കൂട്ടിവെച്ച സങ്കടത്താൽ ചിലമ്പിച്ച വാക്കുകൾ ചിതറി വീണപ്പോൾ സ്നേഹത്തിന്റെ കരുത്ത് പകർന്നുകൊണ്ടൊരു കൈ അവളെ പൊതിഞ്ഞു പിടിച്ചു. ആ തള്ളക്കിട്ടൊന്ന് കൊടുക്കുകയാണ് വേണ്ടത്. മുന്നിലിരുന്ന സർവമതനൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചപ്പോ ശ്രാവണിയും ഞെട്ടിപ്പോയി. അവൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ആ മുറപ്പെണ്ണിനെ അവൻ അവന്റെ സഹോദരിയായിട്ട് കാണാൻ സാധിക്കുമെന്ന്. എന്നിട്ടും ആ തള്ളക്കത് മനസ്സിലായില്ലെന്ന് വെച്ചാല് പഠിപ്പും വിവരവും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ചില മനുഷ്യർ ഇങ്ങനെയാന്നേ. ജഗത്തിന്റെ അമ്മയെ രണ്ടും പറഞ്ഞതിന്റെ ആശ്വാസത്തോടെ സർവമതനൻ കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. ആ എന്നിട്ട് ആ രേഖാചിത്രം വരച്ചോ? മിലിയെയും കൊണ്ട് അവര് ബീഹാറിൽ പോയായിരുന്നോ? അവിടെ വെച്ചാണോ നരനെ അപകടമുണ്ടായി അയാൾ കോമയിലായത്? തുടരെയുള്ള ചോദ്യങ്ങളിൽ സർവമതനന്റെ അറിയാനുള്ള ആവേശം നിഴലിച്ചു. ഓ സാർ, രേഖാചിത്രം വരച്ച് അതേക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ കഴിഞ്ഞ് പിന്നീടാ അവർ ബീഹാറിലേക്ക് പോയത്. ശരി ശരി, ബാക്കി വേഗം പറയൂ. ആവേശം നിറഞ്ഞ ഒരു കഥ കേൾക്കുന്ന കുട്ടിയുടെ താല്പര്യത്തോടെ സർവമതനൻ കസേരയിലേക്ക് ചാരിയിരുന്നു. മീലി പറഞ്ഞതുപോലെ രാകേഷിന്റെ ആ സുഹൃത്ത് ശബരി ഉണ്ടല്ലോ, ദുബായിലേക്കൊന്നുമല്ല പോയത്. അവൻ പോയത് ഇറാനിലേക്കായിരുന്നു. കൊൽക്കത്തയിലെ ജസോർ റോഡിലുള്ള ഹോളിഡേ ഇൻ എക്സ്പ്രസിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ജഗത്തും നരേനും കൂടെ മിലിയും. ആൻഡ് ദ സാഡ് ന്യൂസ് ഈസ്, ഈ ശബരിയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വാട്ട്? ജഗത്ത് ആശ്ചര്യപ്പെട്ടപ്പോ മിലി വല്ലായ്മയോടെ അവന്റെ കൈകളിൽ കയറി പിടിച്ചു. അവളുടെ മാനസികാവസ്ഥ മനസ്സിലായ അവൻ ആ കൈകളെ പൊതിഞ്ഞു പിടിച്ചു. അതെ ജഗത്, അവൻ ഇറാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. ആ ബോഡി ഏറ്റെടുക്കാൻ ആളില്ലാതെ ഇപ്പോഴും അവിടുത്തെ മോർച്ചറിയിലുണ്ട്. ആ, വിചാരിച്ചതിനേക്കാൾ പ്രശ്നമാണല്ലോ നരേൻ കാര്യങ്ങള്. ചിന്താഭാരത്തോടെ ജഗത്ത് നെറ്റിയിൽ വിരലോടിച്ചു. അത് മാത്രമല്ല, അന്ന് കിട്ടിയ പാസ്പോർട്ട് നമ്പറുകളുടെ ഉടമസ്ഥരെല്ലാം വിസിറ്റിംഗ് വിസയിൽ ഇറാനിലേക്ക് പോയിട്ടുള്ളവരാ. യെസ്, അത് ഞാൻ അറിഞ്ഞിരുന്നു. ഹൗ? സുദീപ് ചാറ്റർജി. ആ പേര് പറഞ്ഞിട്ട് ജഗത്ത് ചിരിച്ചു. ഓ, നീയപ്പോ അവനെ പോയി കണ്ടിരുന്നു അല്ലേ? പിന്നെ കാണാതെ. ഇത്രയ്ക്ക് ക്രൂക്കഡ് ആയോർത്തനെ ഞാൻ ഇന്ന് അവരെ കണ്ടിട്ടില്ല. ആ എന്നിട്ടെന്താ? ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചപ്പോ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ അയാളോട് എപ്രകാരമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്ന് ഊഹിച്ച നരേൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ആ ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷിന്റെ കീഴിൽ ഒരുത്തനുണ്ട്, ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ സേതുപതി. അവന്റെ കണ്ണു വെട്ടിച്ച് അയാളുടെ അടുത്ത് പോകാൻ ഇത്തിരി പ്രയാസപ്പെട്ടു. അത് ശരി, അപ്പോ ഇവിടെയും ആളുകൾ നിന്റെ പുറകെ ഉണ്ടല്ലേ? യെസ്, ആരൊക്കെ പുറകെ വന്നാലും നമുക്ക് കാര്യം നടത്തിയല്ലേ പറ്റൂടാ. അതെ അതെ. ആ പിന്നെ ഈ ആളുകളിലൊക്കെ ഇറാനിലേക്ക് പോയത് എന്തിനാണെന്നറിയാമോ? ചുളിഞ്ഞ മുഖത്തോടെ ജഗത്ത് നരേനെ നോക്കി. ആക്ച്വലി അത് മനുഷ്യക്കടത്തായിരുന്നില്ല, അവയവക്കടത്തായിരുന്നു. വാട്ട്? അതേടാ, ഇവിടുന്ന് പോയവരുടെയൊക്കെ ഓർഗൻസ് നേരത്തെ പറഞ്ഞുറപ്പിച്ച തുകയ്ക്ക് അവിടെയുള്ള പേഷ്യൻസിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഓപ്പറേഷനും കഴിഞ്ഞ് കാശ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അവർ തിരികെ പോരും. കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പോയവർക്കാർക്കും പരാതി ഉണ്ടാകില്ലല്ലോ. മാത്രമല്ല, ഈ മിസ്സിംഗ് കേസുകൾ അപ്പോ എങ്ങനെ വന്നു? അതല്ലേ പറഞ്ഞു വരുന്നത്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്ന് വെച്ചാല് അവർ തിരികെ ഇന്ത്യയിൽ വന്നതിന്റെ തെളിവുകളുണ്ട്. പക്ഷെ അതിനുശേഷം എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അവരുടെ വീട്ടുകാർക്ക് പോലും ഇക്കാര്യത്തിൽ യാതൊരു അറിവുമില്ല. അങ്ങനെയാ ഈ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഓ, ഇൻട്രസ്റ്റിംഗ്. ജഗത്ത് ആശ്ചര്യത്തോടെ തലകുലുക്കി. എന്നാ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി കേട്ടോ. ഈ ഇറാനിൽ പോയതും പിന്നീട് മിസ്സിംഗ് ആയതുമായ ആൾക്കാരെല്ലാം പലപ്പോഴായിട്ട്
S&M സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ ചികിത്സകൾക്ക് വിധേയരായിട്ടുള്ളവരാണ്. വാട്ട്? അവിശ്വസനീയത കലർന്ന കണ്ണുകളോടെ ജഗത്ത് നരേനെ തുറച്ചു നോക്കി. യെസ് മാൻ, നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് പടുത്തുയർത്തിയ ദ സെയിം ഹോസ്പിറ്റൽ. നോ, ദാറ്റ്സ് ഇമ്പോസിബിൾ. കേട്ട കാര്യം അപ്പോഴും വിശ്വസിക്കുവാനാവാതെ ജഗത്ത് കുഴങ്ങി. മിലിയും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. സി ജഗത്, ഈ കാര്യം നീ നിന്റെ അമ്മ എത്രയും വേഗം അറിയിക്കണം. അവിടുത്തെ സ്റ്റാഫുകളിൽ ആരെങ്കിലും വഴിയായിരിക്കും ഈ പേഷ്യൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആ മാഫിയയുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അതിൽ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തവരെ ആയിരിക്കും അവർ സമീപിച്ചിട്ടുണ്ടാവുക. ചിന്താഭാരത്തോടെ ജഗത്ത് തലകുലുക്കി. പക്ഷെ മടിക്കേരിയിൽ നിന്നും കാണാതായവരോ? അവരെന്തായാലും ഇവിടെ ഒന്ന് ചികിത്സ നേടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, പക്ഷെ അവർ അവിടെയുള്ള വെൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ടുള്ളവരാ. മറ്റൊരു ഹോസ്പിറ്റലും സംശയത്തിന്റെ നിഴലിൽ ഉണ്ടെന്നുള്ള അറിവ് ജഗത്തിൽ അല്പം ആശ്വാസം പകർന്നു. നീ എന്താ ആലോചിച്ചത് എന്നെനിക്ക് മനസ്സിലായി. നിന്റെ അമ്മയ്ക്കോ അച്ഛനോ ഇതിൽ പങ്കുണ്ടോ എന്നാവും നീ ചിന്തിച്ചത്. അങ്ങനെ വരാൻ എന്തായാലും സാധ്യതയില്ല. ഇത് അതിനുമൊക്കെ മുകളിലുള്ള ആരുടെയോ കളികളാ. ഹോസ്പിറ്റൽ വഴി അവർ ഇൻഫോർമേഷൻ എടുത്തു എന്നേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതാരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നേർവഴിക്കുള്ള ഒരു അന്വേഷണം കൊണ്ട് നടക്കില്ല. എക്സാക്ട്ലി. ഞാൻ അന്വേഷിച്ചിട്ടും എനിക്ക് ഇവിടെ വരെ എത്താനേ സാധിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ബ്ലാങ്ക് ആണ്. നിങ്ങൾ പിടിച്ച ആ നിഷ്ഠി പറഞ്ഞതനുസരിച്ചിട്ടുള്ള രേഖാചിത്രം തയ്യാറാക്കിയിട്ട് എന്തായി? സംശയമുള്ള ആരെങ്കിലും ആണോ അത്? ജഗത്ത് നിരാശയോടെ തലകുലുക്കിയിട്ട് 3/4 പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഓണാക്കി അതിന്റെ ഗാലറി തുറന്ന ശേഷം നരന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. സ്ക്രീനിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ രേഖാചിത്രം അവൻ സൂം ചെയ്ത് നോക്കി. ഇതാരെന്നറിയാൻ യാതൊരു വഴിയുമില്ല അല്ലേ? ഇനി ഒരു പക്ഷേ ആ നിഷ്ഠി മനഃപൂർവ്വം നിങ്ങളെ വഴിതെറ്റിക്കാൻ ഒരു കളി കളിച്ചതാണെങ്കിലോ? ആവാം. അത് ആ MBRന്റെ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ. നീ അന്ന് രാത്രി അവരുടെ വീട്ടിൽ പോയി എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞല്ലോ. അന്ന് ഫോൺ വിളിച്ചവനെ അന്വേഷിച്ചു പോയപ്പോൾ സംഭവിച്ച ആ ഹിറ്റ് ആൻഡ് റണ്ണും അതിനുശേഷം അയാളുടെ മകൾ എന്നെ അവരുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയ കാര്യവും. എവിടെയായിരുന്നു അവരുടെ വീട്? സോംവാർബട്ടിൽ തന്നെ. അതുവഴി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കും ആ വീട്. അത്രയ്ക്ക് വലിപ്പമുണ്ട് സിൽവർ സ്പ്രിംഗ് എന്ന ആ വീടിന്. സിൽവർ സ്പ്രിംഗ്? അതെ. എന്തോ ആലോചിച്ചതിന് ശേഷം നരേൻ പെട്ടെന്ന് തന്നെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേഴ്സ് എടുത്ത് തുറന്നു. അതിൽ നിന്നും അയാൾ ഒരു കടലാസ് കഷ്ണം പുറത്തേക്കെടുത്തു. ഏട്ടൻ അന്ന് ആ കാട്ടിൽ വെച്ച് തന്നെ ഏൽപ്പിച്ച കടലാസാണതെന്ന് മിലി തിരിച്ചറിഞ്ഞു. അന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ നരേൻ അത് തന്നിൽ നിന്നും ചോദിച്ച് കൈക്കലാക്കിയ കാര്യവും അവൾക്ക് ഓർമ്മ വന്നു. സീ ദിസ്. നരേൻ ആ കടലാസ് നീട്ടിയപ്പോ ജഗത്ത് അത് വാങ്ങി നോക്കി. എന്താ ഇതില്? അവൻ പുരികങ്ങൾ ചുളുക്കി നരേനെ നോക്കി. നീ ആ കീറിപ്പോയ ഭാഗത്ത് എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് വായിച്ചേ. നരേൻ പറഞ്ഞ ഭാഗത്തുള്ള വാക്കുകളിലൂടെ ജഗത്ത് കണ്ണോടിച്ചു. സോം, SOM സോം, അത് കഴിഞ്ഞ് SILV. ഈ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഗൂഢമായ ഒരു മന്ദസ്മിതത്തോടെ നരേൻ ജഗത്തിനെ നോക്കി. അവൻ നോക്കി നിൽക്കെ ക്രമേണ ചിരി ജഗത്തിന്റെ ചുണ്ടുകളിലേക്കും വ്യാപിച്ചു. സോംവാർപട്ട് ആൻഡ് സിൽവർ സ്പ്രിംഗ്. എക്സാക്ട്ലി. ജഗത്ത് കണ്ടുപിടിച്ചത് ശരിവെച്ചുകൊണ്ട് നരേൻ തല കുലുക്കി. ദാറ്റ് മീൻസ് നിഷ്ഠി പറഞ്ഞത് ശരിയാണെന്നല്ലേ? തനിക്ക് തോന്നിയത് ഉറപ്പിക്കാൻ അവനത് നരേനോടും ചോദിച്ചു. അതെ, അങ്ങനെയാവാനാ സാധ്യത. പക്ഷെ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സിമ്പിൾ. ട്രാപ്പ് ദർ ഫോൺസ്. അതത്ര എളുപ്പമല്ല ജഗത്. എല്ലാ മേഖലയിലും നല്ല പിടിപാടുള്ള ആളാ ഈ MBR. അയാളുടെ പേഴ്സണൽ ഫോൺ ചോർത്താൻ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ അടുത്ത നിമിഷം അയാൾ അതറിയും. എങ്കിൽ പിന്നെ ഷാഡോ വാച്ച് തന്നെ ശരണം. അതെ, അതേ ഉള്ളു മാർഗം. നമ്മുടെ ശ്രാവണിയുടെ ഒരു സുഹൃത്ത് സൈബർ സെല്ലിലുണ്ട്. അവനൊന്ന് മുട്ടി നോക്കാം. അൺഒഫീഷ്യലി അതൊന്ന് ചോർത്താൻ പറ്റുമെന്ന്. നീ ട്രൈ ചെയ്ത് നോക്ക്. പക്ഷെ അവസാനം പണിയാകരുത്. ഡോണ്ട് വറി, ഐ വിൽ ഹാൻഡിൽ ദാറ്റ്. ഇത് തന്നെയായാലും നിഷ്ഠയെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവുകയാണ്. നരേൻ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. മന്ദർമോണിയിലേക്ക് ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്യുക. അവിടെ വെച്ച് നിഷ്ഠയെ കൊണ്ട് മിലിയെ കിഡ്നാപ്പ് ചെയ്യിക്കുന്ന ഒരു നാടകം. അത് അവളെ പറഞ്ഞയച്ചിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഐഡിയ മാത്രം. എന്നിട്ട് മിലിയെയും കൂട്ടി നിഷ്ഠി ബീഹാറിലേക്ക് പോകുന്നു. അവളെ ഈ ദൗത്യം ഏൽപ്പിച്ചവർ അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അത് നല്ലൊരു ഐഡിയ തന്നെയാ. പക്ഷെ നല്ല ബാക്കപ്പ് വേണം. ഇതിന് പുറകിലുള്ളവരാരായാലും അവർ നിസ്സാരക്കാരല്ല. അറിയാം, ഇവിടെയുള്ള എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടാവും. കൂടാതെ ശൈലേന്ദ്ര സാറിന്റെ കൂടെ ഒരുത്തനുണ്ട്, ഒരു സാധുറ. അവനും മതിയാകും.
അപ്പൊ പിന്നെ നിന്റെ മുന്നിൽ ഹാർഡി പോകത്തിലിരിക്കുന്ന ഈ ഞാനോ? നരേൻ ചോദിച്ചു. ഐ ആം ഓൾസോ ഇൻ. ജഗത്ത് ചിരിച്ചുകൊണ്ട് തല കുലുക്കി. മിലിക്ക് പേടിയുണ്ടോ? നരേൻ ചോദിച്ചപ്പോൾ കൂടെയുള്ളവനെ ജീവനോളം വിശ്വാസമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവൾ ജഗത്തിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിട്ട് മനോഹരമായിട്ട് ചിരിച്ചു. തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്